സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ അപ്പോൾ നമ്മളിത് ഇന്ന് പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെ പോലീസൊക്കെ ഉണ്ടല്ലോ. ഓ സാറേ, റോങ് സൈഡാണ്. എൻ്റെ പൊന്നോ, അതിൻ്റെ പുതിയ ജീവാഗണായിരുന്നു, അതാണ് നശിപ്പിച്ച്. അയ്യോ ഇവിടെ എന്താണ് നടക്കുന്നേ ഗൈസ്? ഈ പോലീസുമാർ ഇവിടെ കാറുകൊണ്ട് ഇടിച്ച് കളിക്കുന്നു. അതെന്തായാലും അടിപൊളി ഐഡിയ ആണല്ലോ. ഓ നാട്ടെ, അയ്യോ നാടറാ സാർ ഇറങ്ങി കൈ അയക്കുന്നു ഗൈസ്. സാറ് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഇവിടെ എന്തിനാണ് കൊടുന്നതെന്ന്. സോ നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ടു നോക്കും. അത് മോനെ, ഞങ്ങൾ ഇന്നലെ ഒരു കള്ളനെ ചേസ് ചെയ്ത് പോവായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ എന്നും കാണാത്തൊരു സംഭവം നമ്മുടെ ബീച്ചിൽ നിന്ന് നടുവിലൂടെ ഒരു റോഡ് കാണുന്നത്. ആ കള്ളൻ അങ്ങോട്ട് കയറി പോകുന്നതേ കണ്ടുള്ളൂ, പിന്നെ അവൻ ആ വഴിക്ക് കണ്ടില്ല. എന്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞങ്ങളിത് ഇന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് നിൻ്റെ ഒരു ഹെൽപ്പ് കൂടി വേണം. നിൻ്റെ കയ്യിലാവുമ്പോൾ കുറേ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കാൻ വന്നത്. ഓഹോഹോ, അങ്ങനെ ബുദ്ധി. ഓക്കെ, എന്നെ ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്, അല്ലാതെ ഉപകാരത്തിനല്ല. സോ എന്തായാലും അതെന്തായാലും ആയിക്കോട്ടെ. ദേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മോൺസ്റ്റർ RC കാർ ഉണ്ട്. സോ ഇതിനകത്തൊരു ചെറിയൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ ദേ രാത്രിയായിട്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാറ് പറഞ്ഞത് കറക്റ്റാണ് എല്ലാവരും നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ റോഡ് എന്തായാലും എനിക്ക് കൺഫേം ആയിട്ടുണ്ട്. ഞാനത് കണ്ടു, റോഡ് ഞാൻ കണ്ടു. പക്ഷേ അവിടെ വലിയതായിട്ടൊന്നും കാണാനില്ല. എനിക്ക് അങ്ങോട്ടേക്ക് പോകാനൊരു ചെറിയൊരു പേടി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ RC കാർ ഇപ്പോൾ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വിടാൻ ഞാൻ തീരുമാനിക്കുന്നത്. സോ ക്യാമറ ഉണ്ടായതുകൊണ്ട് നമുക്ക് നൈറ്റ് വിഷനൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെയൊന്നും കാണാനില്ല. നമ്മൾ പോകുന്തോറും നമ്മുടെ റേഞ്ചിൻ്റെ അളവ് കുറയുന്നുണ്ട്. അതെന്താ സംഭവം? ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ഞാൻ നിൽക്കുന്നത്. അയ്യോ വളരെ ചൂച്ചു ചാർലി, എൻ്റെ വണ്ടി. ഓ എൻ്റെ പൊന്നോ ഗൈസ്, എൻ്റെ RC ആ ഒരു ചൂച്ചു തിന്ന് ഗൈസ്. അപ്പോൾ അവിടെ എന്തോ നടക്കുന്നുണ്ട് കാര്യമായിട്ട്. അത് ചൂച്ചുമല്ല, അതിന് പകരം അത് വേറെ എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇതെന്തായാലും രാവിലെ പോയിട്ട് നമ്മുടെ സാറിനോട് കാര്യങ്ങൾ എന്തായാലും പറയാം. എൻ്റെ പൊന്നു സാറേ, ഞാൻ ഇന്നലെ എൻ്റെ RC ആയിട്ട് അങ്ങോട്ട് പോയതാണ്. പെട്ടെന്ന് ആ ചൂച്ചു ചാർലി വന്നിട്ട് എൻ്റെ RCയുമായിട്ട് അങ്ങോട്ട് പോയി. എനിക്കൊന്നും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഞാൻ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. സോ ഞാനത് എന്തായാലും ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാനത് ഇപ്പോൾ തന്നെ ചെയ്യാൻ റെഡിയാണ്. ഈ ഒരു മെയിൻ സംഭവത്തിന് വേണ്ടി നമുക്ക് കുറച്ച് പൈൻറ്റ് മെറ്റൽസൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഫണ്ടൊക്കെ വേണം ഗായ്സ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാൻ ടണലിൽ പോയിട്ട് നമ്മൾ റോഡ് ക്ലോസ്ഡ് എന്ന് എഴുതിക്കാണ്. സോ ഗായ്സ്, എനിക്ക് കിട്ടിയ ബോർഡ് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട്, റോഡ് ക്ലോസ്ഡ് എന്നാണ്. സോ അത് കുഴപ്പമില്ല. ട്രെയിൻ വരുന്നുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഒളിച്ചിരിക്കാം. സോ ഈ ട്രെയിൻ ഇവിടെ വന്ന് നിൽക്കണം. എന്നിട്ട് നമുക്ക് ഈ ട്രെയിൻ എടുത്തിട്ടൊരു പണിയുണ്ട്. സോ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ഞാൻ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഊതാണ്ട ട്രെയിൻ കടന്നു പോയിട്ടുണ്ട്. സോ അത് നിന്നിട്ട് വേണം നമുക്കതിൽ താളെ പിടിച്ച് വലിച്ചിടാൻ. ഓക്കെ, ട്രെയിൻ നിന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ദേ ട്രെയിൻ നിന്നിട്ടുണ്ട്. ഡ്രൈവറിന് അന്തല്ലാന്ന് തോന്നുന്നു. റോഡ് ക്ലോസറൊക്കെ എഴുതി വെച്ചിട്ട് ആ ട്രെയിൻ അങ്ങോട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ ആ ട്രെയിൻ അവിടെ സേഫാക്കി വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് മാത്രം മതി, ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ട് ദൂരേക്ക് കളഞ്ഞിട്ടുണ്ട്. മറ്റേത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതവിടെ സേഫാണ്. ഇനി നമുക്ക് വേണ്ടത് ബസ്സാണ് സുഹൃത്തുക്കളെ. സോ ബസ് വരുന്നുണ്ട്. ഓക്കെ, എവിടെ കറക്റ്റ് ടൈം ആയിട്ടാ. എന്തായാലും അടിപൊളിയായി, ഇതിലാളുമില്ല. സോ നമുക്ക് എന്തായാലും ഡ്രൈവർ നൈസായിട്ട് അങ്ങ് തൂക്കി പുറത്തേക്കിടാം ഗൈസ്. നമ്മളങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ അവനെ പിടിച്ച് വലിച്ചിട്ടപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് ടോക്കെടുത്ത് തന്നെ വെടി വെക്കാൻ നോക്കുന്നത്. നമ്മളോടാ കളി, ഒരു ഇടി അങ്ങോട്ട് കൊടുത്ത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല ഗൈസ്. എൻ്റെ കൂട്ടുകാരൻ ജോൺ അവിടെ ഓട്ടോറിക്ഷ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ എന്താണ് ഇതുകൊണ്ടൊക്കെയുള്ള ഉപകാരം ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഈ ട്രെയിനും അതേപോലെ തന്നെ ബസ്, റിക്ഷ, പിന്നെ പ്ലെയിൻ, ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു പണി ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ നമ്മളെ ചൂച്ചു ചാർലിയുടെ ഫേസ് കട്ടും അതേപോലെ ആക്കിയെടുക്കാൻ പോവുകയാണ്. ചൂച്ചു ചാർലിയുടെ ട്രെയിൻ ഒന്നാമത് അവിടെ ഉണ്ട്. പക്ഷേ ഈ ട്രെയിൻ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു വലിയ ട്രെയിനായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പ്ലെയിന് അതേപോലെ വലുതാക്കി മാറ്റിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിക്ഷ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ ആർമി ഓഫീസർ ഈ പ്ലെയിന് തപ്പുന്നുണ്ട് ഗൈസ്. അത് പഞ്ചർ ആയതുകൊണ്ട് അത് എടുക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അത് എടുക്കുന്നില്ല. ഓ, ചെറിയ പ്ലെയിനാണ് എടുത്ത്. ഓക്കെ, രക്ഷപ്പെട്ട് ഗൈസ്. ഓക്കെ, രക്ഷപ്പെട്ട്. സോ ആ പ്ലെയിന് പൊങ്ങിയിട്ട് വേണം. ഓക്കെ, അത് റെഡി ആക്കണം ഗൈസ്. എന്നെ കണ്ടാൽ എങ്ങാനും പൊക്കിയേനെ. ഓക്കെ, കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇനി ഇതുമായിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മുടെ പോലീസുകാരൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇവിടുന്ന് നമുക്ക് അനുവാദം കിട്ടില്ല. ഓ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമ്മുടെ ട്രെയിനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്
കൂട്ടുകാരൻ്റെ ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഇതേ നമ്മളിവിടെ സെക്കൻഡ് കമ്പാർട്ട്മെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. സോ അത് കുഴപ്പമില്ല, നമുക്ക് ഇതെങ്കിൽ ഇതും മതി. നമുക്കിത് ഉരുട്ടാനല്ലേ, നമുക്കിതിൽ എന്തിൻ്റെയെങ്കിലും എൻജിൻ വെച്ച് നമുക്കിത് ഓടിച്ചെടുക്കും. സോ നമ്മുടെ കൂട്ടുകാരൻ അതിൻ്റെ പണി ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിൽ